ഹദീസിൽ 3 ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. ഒന്ന്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. 3 പറയുമ്പോഴും ഇതേ ആമുഖം നബി തങ്ങൾ പറയുന്നുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, മൻ കാന വല്ലവനുമാണെങ്കിൽ, യുഅ്മിനു ബില്ലാഹ് അള്ളാഹുവിൽ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ അതേപോലെ അന്ത്യനാളിലും, അള്ളാഹുവിലും അന്ത്യനാളിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. ഫൽയഖുൽ, അവൻ പറയട്ടെ. ഖൈറ, ഖൈറായത് നല്ലത് പറയട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. പറയുകയാണെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. ഒന്നാമത്തെ ഉപദേശം അതാണ്. അള്ളാഹിനും പരലോകത്തും വിശ്വാസമുണ്ടോ എങ്കിൽ നാവിനെ നിയന്ത്രിക്കണം എന്നർത്ഥം. തൊള്ളി തോന്നുവെക്കാണ്ട് വിളിച്ചു പറയാൻ പറ്റൂല, കിട്ടിയതെല്ലാം പറയാൻ പറ്റൂല. പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഫൽയഖുൽ ഖൈറ, അവൻ ഖൈറായത് പറയട്ടെ. പറയുകയാണെങ്കിൽ നല്ലത് പറയുക. നല്ലത് പറയാൻ കഴിയില്ല എങ്കിൽ ഔലിയസ്മുത്, മൗനം പാലിച്ചോട്ടെ. ദോഷമുള്ളത് പറയേണ്ടതില്ല. ആക്ഷേപങ്ങളും കുറ്റങ്ങളും കുറവുകളും ഗീബത്തുകളും നമീമത്തുകളും തോന്നിയാസങ്ങളും അസഭ്യങ്ങളും അടക്കമുള്ള അത്തരം വിലക്കപ്പെട്ട സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. പറയുന്നെങ്കിൽ നല്ലത് മാത്രം പറയുക. വിശ്വാസിയുടെ നാവ് എപ്പോഴും അവൻ്റെ പ്രമാണങ്ങളോട് യോജിച്ചുകൊണ്ട് ആ നാവ് ഉപയോഗിക്കപ്പെടുകയുള്ളൂ എന്നാണ്. നാവിനെ കുറിച്ച് ധാരാളം ആ നിരക്കുള്ള അധ്യാപനങ്ങൾ കാണാൻ കഴിയും. ലിസാനുക് അസദുക് എന്നാണ് ഒരു താപിഴി പ്രമുഖം പറഞ്ഞത്. നിന്റെ നാവ് നിന്റെ സിംഹമാകുന്നു. നിന്റെ നാവ് നിന്റെ സിംഹമാണ്. സിംഹം ഉണ്ടായാൽ, നമ്മളെ പെരിയ സിംഹം ഉണ്ടെങ്കിൽ വലിയൊരു കാവലാണല്ലോ, പിന്നെ മനുഷ്യരുടെ അടുക്കൂലല്ലോ. എന്നാൽ ഒന്ന് ശ്രദ്ധ വിട്ടാലോ അതോടെ നമ്മളെ കാര്യം തീരുമാനാവും ചെയ്യും. അതാ ലിസാനുക്ക അസദുക്ക, നിന്റെ നാവ് എന്നത് നിന്റെ സിംഹമാണ്. നിന്നെ കൊല്ലാനും അത് മതി, അല്ല നിനക്ക് മൊത്തം രക്ഷപ്പെടാനും നിന്റെ നാവ് മതി. നബി ഞങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ ചില വാക്കുകൾ പറയും, മനുഷ്യൻ ചില വാക്കുകൾ പറയും, ആ വാക്കിന് അവൻ ഒരു വലിയ പരിഗണന നൽകുകയില്ല, അത്ര വലിയ വാക്കായി തോന്നുകയില്ല. പക്ഷേ ആ വാക്ക് കൊണ്ട് അവൻ നരകാഗ്നിയിലേക്ക് ചെന്ന് ആപ്പതിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. പറഞ്ഞ ചെറിയ വാക്കായിരിക്കും, ഓന് പോലും അത്ര ഗൗരവത്തിൽ അത് ഉദ്ദേശം ഉണ്ടാവില്ല. പക്ഷേ ആ വാക്കിൻ്റെ ഗൗരവം അത്രയും വലുതായതുകൊണ്ട് അവൻ നരകത്തിൽ പോയി ചെന്ന് ചാടാൻ ആ വാക്ക് മതിയാകും. അപ്പോൾ ആ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, പറയുന്ന വാക്കിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ? നബി ഞങ്ങൾ ചോദിച്ചു, സക്കിയത്തുക ഉമ്മുക യാ മുആദ്, അല്ലയോ മുആദ്, എനിക്ക് നാശം. എന്താണ് ഈ മനസ്സിലാക്കിയത്? മഹാഭൂരിപക്ഷം ആളുകളും നരകത്തിൽ പോയി ചാടുന്നത് അവിടെ നാവിൻ്റെ വിളവെടുപ്പ് മൂലമല്ലേ? നാവ് കൊയ്തെടുക്കുന്ന, നാവ് കൊണ്ടുണ്ടാകുന്ന വിളവ്, ആ വിളവ് കാരണമായിട്ടല്ലേ മഹാഭൂരിപക്ഷം ആളുകളും നരകത്തിൽ പോയി ചാടുന്നത്? അപ്പം മനുഷ്യന്മാർക്ക് സ്വർഗം നഷ്ടപ്പെടാൻ, നരകം ലഭ്യമാകാൻ ഉള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട നിമിത്തം മനുഷ്യൻ്റെ നാവാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, 2 താടിയെല്ലുകൾക്കിടയിലെ അവയവം, അതിൽ റബ്ബിനെ സൂക്ഷിക്കാമെന്ന് ഒരാൾ ഉറപ്പ് നൽകുന്നുവെങ്കിൽ അവിടെ സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകാം. അതേപോലെ ഗുഹ്യസ്ഥാനവും, 2 താടിയെല്ലുകൾക്കിടയിലും 2 കാലുകൾക്കിടയിലുമുള്ള അവയവത്തിൽ റബ്ബിനെ സൂക്ഷിക്കുമെന്ന് ഒരാൾ ഉറപ്പ് നൽകുന്നുവെങ്കിൽ അൽമൻ ലഹു ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകാം. അപ്പം അത്രയും പ്രധാനമാണതർത്ഥം. എല്ലാ ദിവസവും രാവിലെ എല്ലാ അവയവങ്ങളും നാവിനോട് കേണപേക്ഷിക്കുന്ന ഹദീസിലുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ, ഒരാൾ രാവിലെ ഉറക്കുന്ന എണീക്കുമ്പോൾ നമ്മളെ ശരീരത്തെ എല്ലാ അവയവങ്ങളും തുകഫിറുൽ ലിസാൻ, നാവിനോട് എന്ത് ചെയ്യും? അവരിങ്ങനെ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കും, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ റബ്ബിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളുടെ നിലപാടുകൾ നിന്റെ നിലപാടനുസരിച്ചാണ്. നാവിന് നിലപാടനുസരിച്ചാണ് കയ്യും കാലും നിലപാടെടുക്കുക. ഒരാളെ പോയി തല്ലിലെപ്പോഴാണ്? ഒരു തല്ലുമുടി ഉണ്ടായപ്പോൾ വെറുതെ വയ്ക്കാൻ തല്ലില്ലല്ലോ. ആദ്യം വർത്താനം പറയും, ആ വർത്താനം ഓവറായിട്ടാണ് പിന്നെ തല്ലലും ചവിട്ടലും കുത്തലൊക്കെ ഉണ്ടായാല്. അപ്പം നിന്റെ നിലപാടെന്തോ ആ നിലപാട് പ്രകാരമാണ് ഞങ്ങളും നിലപാട് സ്വീകരിക്കുക. നീ നേർച്ചൊവ്വ നിലകൊണ്ടാൽ ഞങ്ങളും നേർച്ചൊവ്വ നിലകൊള്ളും. നീ വളഞ്ഞാൽ ഞങ്ങളും വളയും. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നീ റബ്ബിനെ സൂക്ഷിക്കണം. ഹദീസാണ്. എല്ലാ അവയവങ്ങളും നാവിനോട്
ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം അത്രയും പ്രധാനമാണ് നാവ്. അതുകൊണ്ടാണ് പഠിച്ചവന് ഉള്ളിൽ കൊണ്ടുവച്ചത്. മറ്റൊക്കെ പുറത്തായപ്പോഴും ഉള്ളിൽ കൊണ്ടുവച്ച് അതിന് പല്ലും കൊടുത്ത് ചുണ്ടും കൊടുത്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് സംരക്ഷിച്ചത്. പക്ഷെ ഒന്ന് തുറക്കാൻ ചാൻസ് വേണമെന്നതൊക്കെ ചെറിയൊരു ഗ്യാപ്പ് എടുത്തു, അതോടുകൂടി കൺട്രോൾ പോയി മാത്രം. അപ്പം അതാണ് നാവ്. അപ്പം ഇവിടെ അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഫല്യഖുൽ ഖൈറാ ഇത് പറയട്ടെ, ഔ ലിയസ്മുത് അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ.